അപ്പോൾ ഇതാണ് ZK-TB21 100 വാട്ട്സിൻ്റെ സബ് വൂഫറും 50 വാട്ട്സിൻ്റെ 2 സ്പീക്കറും ഇത് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ആംപ്ലിഫയർ കൈ കിട്ടുന്നത്, ഇതുപോലെ പാക്കറ്റിലായിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇതെല്ലാം അസംബിൾ ചെയ്ത് ഇതുപോലെ സെറ്റാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഓക്സ് വർക്കിംഗ് ആണോ, പെൻഡ്രൈവ് വർക്കിംഗ് ആണോ, ബ്ലൂടൂത്ത് വർക്കിംഗ് ആണോ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമേ കൊറിയർ അയച്ച് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു 40 വാട്ട്സിൻ്റെ ബൂഫറും 100 വാട്ട്സിൻ്റെ ഒരു സബ് ബൂഫറും പിന്നെ 40 വാട്ട്സിൻ്റെ ഒരു സ്പീക്കറും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം എല്ലാ ആംപ്ലിഫയറും ചെക്ക് ചെയ്യും. കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് മുമ്പ് എല്ലാ ആംപ്ലിഫയറും ചെക്ക് ചെയ്ത് വർക്കിംഗ് ഓക്കെ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് ടെസ്റ്റ് ഓക്കെ വർക്കിംഗ് എന്നിവിടെ എല്ലാ ആംപ്ലിഫയറിലും അടിച്ചു വെക്കും. എന്നിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇത് വാങ്ങിച്ചവർക്കറിയാം, നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്ത ആൾക്കാർക്കറിയാം ഈ ഒരു രീതിയിലായിരിക്കും ആംപ്ലിഫയർ വരുന്നത്. വെറുതെ എടുത്ത് കൊടുക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ZK-TB21 പുതിയ വെർഷനാണ്. ഇതിനകത്ത് നമുക്ക് ഓൺ ഓഫ് ബട്ടനോട് വരുന്നുണ്ട്. പഴയ സീരീസിനകത്ത് ഓൺ ഓഫ് ബട്ടൺ ഇല്ല വോളിയം കൺട്രോളിനകത്ത്. അതുപോലെ തന്നെ അത് ഡിജിറ്റൽ ടൈപ്പായിരുന്നു. ഇതിപ്പം ഈ ബാസ് ട്രബിൾ വോളിയം വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ വോളിയം കൺട്രോളും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്തൊരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഓൺ ആക്കി കാണിക്കുക, സൗണ്ട് കേൾക്കാം. ഈ രീതി നമുക്ക് ഇതിനെ കൂട്ടാൻ കുറയ്ക്കാൻ ചെയ്യാം വോളിയം. പഴയതിനകത്ത് നമ്മൾ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വോളിയത്തിലായിരിക്കും ഇത് ഓണായി വരുന്നത്. ഇതിനങ്ങനെ ഒരു പ്രശ്നം, പഴയതിനങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് അഡീഷണലായിട്ട് ഒരു പോർട്ട് കൂടെ വരുന്നുണ്ട്. മൈക്കിൻ്റെ ഇൻപുട്ട് പോർട്ട് വരുന്നുണ്ട്. മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്റ്റ് അഡീഷണൽ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് സംഗതി. ഇത് ZK-TB സീരീസാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതിന് പ്രൈസ് വരുന്നത് 1700 രൂപയാണ്. നിങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേകം നോക്കി ZK സീരീസ് തന്നെ വാങ്ങുക. ഇത് MT21 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിൻ്റെ പ്രൈസ് കുറവാണ്. ഇത് നേരിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പ വ്യത്യാസം മനസ്സിലാവും. കണ്ടോ, ഇതിനകത്ത് ഇതിൻ്റെ ഇൻഡക്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് 900 അല്ലെങ്കിൽ 850 രൂപയ്ക്ക് ഈ സാധനം കിട്ടും. ഇതാണ് ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം. നിങ്ങളത് നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ CA-TB21 ആണ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. ഇപ്പോൾ CA സീരീസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല. ശ്രദ്ധിച്ചാൽ മതി. സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ ZK സീരീസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ സീരീസിന് അല്പം പ്രൈസ് കൂടുതലാണ്. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ ചെക്ക് ചെയ്താൽ ഇതിൻ്റെ യഥാർത്ഥ വില നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 1700 രൂപയ്ക്കാണ് ഈ സീരീസ് കൊടുക്കുന്നത്. ഇതിൻ്റെ പഴയ വെർഷൻ സീരീസ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് 1600 രൂപയ്ക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 1700 ആണ്. അപ്പോൾ ഒരു കാരണവശാലും